നമുക്ക് കുറച്ച് വിശദമായിട്ട് തന്നെ ചില കാര്യങ്ങൾ പറയാം. ഷജീർ നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, നമ്മൾ കൃത്യമായിട്ടുള്ള തെളിവൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവികമായ കാഴ്ചപ്പാടിനെ ശാസ്ത്രീയമായോ യുക്തിഭദ്രമായോ നിരാകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന ഒരു എന്താ പറയുക, അതിങ്ങനെ പല്ലവി പാടിക്കൊണ്ടാണ് ഷജീറിൻ്റെ ഓരോ വീഡിയോയും തുടങ്ങുന്നത്. ഷജീറിൻ്റെ വീഡിയോകളിൽ അർഹിക്കുന്നതിലധികം മറുപടി അതിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകൾ എന്നെ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്ന്. ഓക്കെ, എന്നിരിക്കലും ഷജീർ നമുക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തെളിവ് തരേണ്ടത് ഷജീറിന്റെ ബാധ്യതയാണെന്ന് ഷജീറിന് മനസ്സിലായതുകൊണ്ട് തെളിവ് തരാം. ഇസ്ലാമികമായ ദൈവികമായ കാഴ്ചപ്പാടിന്റെ, ഇസ്ലാമിലെ ദൈവിക കാഴ്ചപ്പാടിന്റെ, മുഹമ്മദ് നബി പഠിപ്പിച്ച ദൈവിക അസ്തിത്വത്തിന് തെളിവ്, ശാസ്ത്രീയവും യുക്തിഭദ്രവുമായിട്ടുള്ള തെളിവുകൾ നിരത്താം എന്ന് ഷജീർ നമ്മളോട് സമ്മതിച്ചിരുന്നു. അതിലേക്ക് ഷജീർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നിരിക്കലും ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാനും ഷജീറിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഷജീറെ 10 മിനിറ്റ് ഷജീറിന്റെ വീഡിയോ കേൾപ്പിക്കുന്നുണ്ട്. 10 മിനിറ്റ് ഷജീർ പുതിയ വീഡിയോയിൽ പറഞ്ഞ 10 മിനിറ്റ് ഭാഗം കേൾപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇച്ചിരി ക്ഷമയോടെ കേട്ടിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ അസ്തിത്വം പരിശോധിക്കുന്ന ഏർപ്പാടാണല്ലോ. അപ്പം അതുകൊണ്ട് ക്ഷമയോടെ ഇത് നമ്മൾ സമയമെടുത്ത് തന്നെ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ അത് മനസ്സിലാക്കേണ്ടതും അത് കേൾക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെ ഷജീർ അതിനെ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. ഒരു യുക്തിവാദിയുടെ ഇസ്ലാം പഠനം എന്ന നമ്മുടെ വീഡിയോ പരമ്പരയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാടിനെ എന്ത് ശാസ്ത്ര അറിവ് കൊണ്ട്, എന്ത് യുക്തിപരമായ കാരണം കൊണ്ട് നമുക്ക് നിരാകരിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എന്ത് അറിവ് കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ശാസ്ത്ര അറിവ് കൊണ്ട്, എന്ത് യുക്തിപരമായ കാരണം കൊണ്ട് നമുക്ക് നിരാകരിക്കാൻ സാധിക്കും എന്നത് വിശദീകരിക്കേണ്ടത് അതിനെ നിരാകരിക്കുന്ന നാസ്തികനാണ് വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ലിയാഖത്തിലിയാണ്, എക്സ് മുസ്ലിം ആയിട്ടുള്ള ലിയാഖത്തിലിയാണ്. അദ്ദേഹം ഏകദേശം 5 മണിക്കൂറോളം ഈ വിഷയം സംസാരിച്ചിട്ടും ഏതെങ്കിലും ഒരു യുക്തിപരമായ കാരണം കൊണ്ടോ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ അറിവ് കൊണ്ടോ ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാടിന്റെ അസ്തിത്വത്തെ നിരാകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ, നമ്മുടെ 1ാം ഭാഗത്തിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഷജീർ ഒന്നുകിൽ എൻ്റെ വീഡിയോകൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഷജീർ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളവായി കാര്യങ്ങൾ പറയുന്നു എന്ന് അനുമാനിക്കേണ്ടി വരും. ഇത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. കാരണം ഈ ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു സംവാദം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഷജീർ ഇത് തന്നെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷജീറിന് ആദ്യ വീഡിയോയിൽ മറുപടി കൊടുത്തു, തെളിവൊന്നും കിട്ടിയില്ല, മറുപടി കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം കുറച്ചുകൂടി വിശദമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത വീഡിയോയിൽ എന്തായിരുന്നു എങ്കിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായി ഷജീറിന് മനസ്സിലാവുന്ന പരുവത്തിൽ മറുപടി കൊടുത്തു. ശാസ്ത്രീയമായും യുക്തിഭദ്രമായും ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ദൈവാസ്തിത്വത്തിന്റെ അസ്തിത്വം അല്ല, ദൈവികതയുടെ അസ്തിത്വം അല്ല, അതിന്റെ നട്ടല് തന്നെ ഒടിച്ച് 2 കഷ്ണമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഖുർആൻ വചനം ഞാൻ അതിനുവേണ്ടി ഉദ്ധരിച്ചിരുന്നു. ആ ഖുർആൻ വചനം ഉദ്ധരിച്ച് ഇസ്ലാമിലെ ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ഭാവന മാത്രമാണെന്നും മുഹമ്മദിന്റെ അറിവും മുഹമ്മദിന്റെ കാഴ്ചയും മുഹമ്മദിന്റെ ചിന്തയും ആണ് അതിലുള്ളത് എന്നതിന് എല്ലാത്തിനും കൂടെ തെളിവായിട്ട് ആകാശവുമായി ബന്ധപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ വചനം ഞാൻ ഉദ്ധരിച്ചിരുന്നു. ആ വചനം അദ്ദേഹം എൻ്റെ അടുത്ത് ഇതുവരെ തെളിവൊന്നും കിട്ടിയില്ല, ഞാൻ അതിനെ നിരാകരിച്ചില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നതിനിടയിൽ പോലും ഞാൻ ഉദ്ധരിച്ച ഖുർആൻ വചനമോ അതിൽ ഞാൻ മുന്നോട്ട് വെച്ച ചോദ്യമോ ഷജീർ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരു സത്യസന്ധതയില്ലായ്മയാണ്. വിഷയത്തെ മനസ്സിലാക്കാനും പഠിക്കാനുമാണ് ഷജീർ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാനും മനസ്സിലാക്കി തരാനാണ്, ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി തരാനാണ് ഷജീർ ഇത് സംസാരിക്കുന്നത് എന്ന് ഉള്ള നമ്മുടെ വിശ്വാസമാണ് അതുവഴി നഷ്ടമാവുന്നത്. കാരണം ഖുർആനിൽ നിന്നൊരു വചനം ഉദ്ധരിച്ചുകൊണ്ട് അതിനനുബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഷജീർ ഉന്നയിച്ച ആ വാദത്തെ കൃത്യമായിട്ട് ഞാനന്ന് നിരാകരിച്ചിരുന്നു. എങ്കിൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ലൈവിൻ്റെ ലിങ്ക് ആരെങ്കിലും ഒന്ന് മോഡറേറ്റേഴ്സ് ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് നൽകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ വീഡിയോയുടെ 26-ാം മിനിറ്റ് മുതൽ 34 വരെയുള്ള ഒരു 5 മിനിറ്റ്, ഒരു 8 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്നും അതും അതിനനുബന്ധമായ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് നല്ല വെടിപ്പായിട്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനി ഷജീറിന് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഷജീറിനോട് പറയുന്നത് ആ വീഡിയോയുടെ 26-ാമത്തെ മിനിറ്റ് മുതൽ 34-35 മിനിറ്റ് വരെയുള്ള ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിലെ ഒരു വാചകവും വിട്ടുകളയാതെ ഷജീർ ഒരു 3-4 പീസാക്കി അത് കേൾപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറയണം. അതാണ് സത്യസന്ധതയുണ്ടെങ്കിൽ ഷജീർ ചെയ്യേണ്ടത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. കാരണം ശാസ്ത്രീയമായും യുക്തിഭദ്രമായും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ
മുഹമ്മദ് മുന്നോട്ട് വെച്ച, ഇസ്ലാം മുന്നോട്ട് വെച്ച ദൈവിക അസ്തിത്വത്തെ, ദൈവിക സങ്കല്പത്തെ നിരാകരിക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നെങ്കിലും മനസ്സിലാക്കാൻ ഷജീറിന് കഴിയണമായിരുന്നു. അതുപോരെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി വ്യക്തമായി ഖുർആൻ വചനം ഉദ്ധരിച്ച് പറഞ്ഞ ഭാഗത്തെ അധികരിച്ച് അല്ലെങ്കിൽ അത് പരാമർശിച്ച് അത് കേൾപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറയണമായിരുന്നു. അതായിരുന്നു താങ്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഇനി അതല്ല, ദൈവാസ്തിത്വത്തിന് അതിനെ നിരാകരിക്കുന്നത് മാറ്റിവെച്ചിട്ട് ആ ദൈവാസ്തിത്വം സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതുപോലെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ, ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ആ ഒരു സത്യസന്ധത, സുതാര്യത അത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഷജീർ തിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ 26 മുതൽ 34 വരെയുള്ള ഭാഗം ഷജീർ കേൾപ്പിച്ച് അല്ലെങ്കിൽ കേട്ട് അത് കേൾപ്പിച്ച് അതിനോട് കൃത്യമായിട്ട് പ്രതികരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ ഷജീറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള പല്ലവി, അതിനുള്ള മറുപടി പറഞ്ഞു, അത് മാറ്റിവെച്ചു. ഇനി ഷജീർ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ഇനി ഇപ്പോൾ എന്ത് കാരണം കൊണ്ട്, എന്ത് ശാസ്ത്ര അറിവ് കൊണ്ട്, എന്ത് യുക്തിപരമായ കാരണം കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നത് വിശദീകരിക്കേണ്ടത് വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്ത് കാരണം കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? അത് വളരെ നല്ലൊരു ഇതാണ്. എങ്ങനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന മതത്തിലെ ദൈവാസ്തിത്വം സ്ഥാപിക്കുക? ശാസ്ത്രീയമായി, യുക്തിഭദ്രമായി എന്ത് തെളിവാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഷജീറിന്റെ കയ്യിലുള്ളത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ തെളിവ് ആദ്യം തന്നെ ഷജീർ എടുത്ത് വീശുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതൊന്ന് കാണാം. ഒരു മാനവരാശിക്ക് 3 ദൈവങ്ങളും. ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം, വേറെ വിഭാഗത്തിന് വേറൊരു ദൈവം, അല്ലാത്ത വിഭാഗത്തിന് വേറെ കുറെ ദൈവം. ഇതൊക്കെ ദൈവങ്ങൾ എവിടെ തിരിഞ്ഞാലും ദൈവം. ഇതാണ് ഇസ്ലാമികമായ ദൈവസങ്കല്പത്തിന്റെ ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ തെളിവുകളിൽ അതിനാമുഖമായിട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സിനിമാ നടന്റെ ഈ ഒരു പരാമർശത്തെ തുടർന്ന് പല വിശ്വാസികളും ഒന്നിലധികം ദൈവമുള്ളത് കൊണ്ടാണ് വിശ്വസിക്കാത്തതെങ്കിൽ ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ അടുത്ത് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ വേറെ ദൈവങ്ങളൊന്നുമില്ല, വേറെ ദൈവങ്ങളില്ല, ഇങ്ങോട്ട് പോന്നോളി എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വീഡിയോ ചെയ്തൊക്കെ കണ്ടു. നമ്മൾ അതിൽ 1-2 വീഡിയോകളോട് റിയാക്ട് ചെയ്തതുമാണ്. അപ്പൊ എന്തായാലും ഇതാണ് അതിന് ഒരു ആമുഖം എന്ന രീതിയിൽ അദ്ദേഹം ഒരു സൂചന കൊടുക്കുകയാണ്. ഏകദൈവം ആണ് ഇസ്ലാമിന്റെ ദൈവിക സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷജീർ ഈ വീഡിയോ കാണിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിരാകരിക്കലാണ്. തുടക്കം തന്നെ എല്ലാത്തിനെയും നിരാകരിക്കലാണ്. അഥവാ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ ദൈവിക കാഴ്ചപ്പാടുണ്ടല്ലോ. ഓരോ രാജ്യക്കാർക്ക് അവരുടേതായ ദൈവം, ഓരോ സംസ്ഥാനക്കാർക്ക്, ഓരോ പഞ്ചായത്തിനൊക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവിക കാഴ്ചപ്പാടുണ്ട്. അതെല്ലാം മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതൊന്നും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് ഇസ്ലാമിന്റെ ദൈവിക കാഴ്ചപ്പാടിലെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഷജീർ എന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പോരായ്മ ഇവിടെ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചു. ഒരു നിഷേധത്തിൽ തുടങ്ങുന്നു എന്നാണ്. അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അക്കാലമത്രയും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസ സങ്കല്പങ്ങളെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് പുതിയ തരത്തിലൊരു സംഭവം അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ കേൾക്കുമ്പോൾ. അങ്ങനെയാണ് പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ നിയമങ്ങൾ, ദൈവവിശ്വാസി എന്നൊരാളെ അടയാളപ്പെടുത്തണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇതെല്ലാം കൂടെ പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് വരെയുള്ള മനുഷ്യർക്കിടയിലുള്ളതെല്ലാം കാലഹരണപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് മുഹമ്മദ് ഒരു പുതിയ തരത്തിലുള്ള ദൈവവിശ്വാസം അവതരിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ അവർ പറയും അങ്ങനെയല്ല, ഇബ്രാഹിം നബിന്റെയാണ്, മൂസാ നബിന്റെയാണ്, ഈസാ നബിന്റെയാണ്, ഒരു കാര്യവും ഇല്ല, പൊക്കി പിടിച്ചുകൊണ്ട് വന്നാൽ അപ്പൊ നമുക്ക് അതിന് മറുപടി പറയാം. നിലവിലുള്ള എല്ലാ ദൈവവിശ്വാസ സങ്കല്പങ്ങളെയും മുഹമ്മദ് നിരാകരിക്കുന്നു. മുഹമ്മദ് അതിനെയെല്ലാം തള്ളുന്നു. മുഹമ്മദ് ജനിച്ച് ജീവിച്ചതും മുഹമ്മദിന്റെ ചെറുപ്പം മുതൽ മുഹമ്മദിന്റെ കുടുംബം ആരാധിച്ചിരുന്നതുമായിട്ടുള്ള ആ പ്രദേശത്തുണ്ടായിരുന്ന സകല ദൈവവിശ്വാസ സങ്കല്പങ്ങളെയും മുഹമ്മദ് 40-ാമത്തെ വയസ്സിൽ നിരാകരിക്കുന്നു. ഞാൻ ഷജീറിനോട് ചോദിക്കട്ടെ, ഷജീറെ, എന്ത് ശാസ്ത്രീയമായ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച നാട്ടിലുണ്ടായിരുന്ന ദൈവിക സങ്കല്പങ്ങളെ മുഹമ്മദ് നിരാകരിച്ചത്? എന്ത് ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ലാത്തയെ നിരാകരിച്ചത്, മുഹമ്മദ് ഉസ്സയെ നിരാകരിച്ചത്? വിശദീകരിക്കണേ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മതി. അപ്പം അതാണ് അവിടെ ഉള്ള ഒരു കാര്യം. എല്ലാത്തിനെയും നിരാകരിച്ച് തുടങ്ങി. അതെന്തോ മേന്മയാണ് എന്ന് ഷജീർ വാദിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വാദമാണ്, ഷജീറിന്റെ വാദമല്ല. അഥവാ ആ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് അതീതമായ ഒരു മഹാശക്തി ഉണ്ടല്ലോ. ഇതിന്റെ എല്ലാം പിറകിലുള്ള ആ മഹാശക്തി, ആ ശക്തി അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ ദൈവിക കാഴ്ചപ്പാടും തെറ്റാണ് എന്ന് പറയുന്നതാണ് ഇസ്ലാമിന്റെ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? മനുഷ്യരുണ്ടാക്കിയെടുത്തതാണ് ബാക്കിയുള്ള എല്ലാ ദൈവസങ്കല്പങ്ങളും. ഈ പ്രപഞ്ചത്തിനൊരു പിന്നിലൊരു ശക്തിയുണ്ട്, അങ്ങനെ ഒരു ദൈവമുണ്ട്, ആ ദൈവം മാത്രമാണ് ശരി, ബാക്കിയെല്ലാം മനുഷ്യന്മാരുണ്ടാക്കിയതാണ് എന്ന് ആരാ പറയുന്നത്? മുഹമ്മദ് നബി പറയാണ്. എന്നാൽ ഓരോ വിശ്വാസികളുടെയും ദൈവവിശ്വാസ സങ്കല്പങ്ങൾ എന്താണ്?
അവരെങ്ങനെയാണ് അതിനെ കാണുന്നത്, അവരെങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുഹമ്മദിന് വല്ല ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. എന്ന് നമുക്കെങ്ങനെ മനസ്സിലാകും? മുഹമ്മദ് പറഞ്ഞതും ഖുർആനിൽ എഴുതിയതും അത് കേട്ടിട്ട് ഇപ്പോഴത്തെ ആളുകൾ വാദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ മുഹമ്മദിന്റെ ആവശ്യം മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ഒരു ദൈവവിശ്വാസം, അതുവഴി മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നൊരു സ്ഥാപിക്കൽ. ഇതിനു വേണ്ടി മുഹമ്മദ് ചെയ്തതാണ് ബാക്കി എല്ലാ ദൈവത്തെയും നിരാകരിക്കൽ. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം നോക്കിയാൽ മതി. ഷഹാദത്ത് കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ തീരുന്നില്ല, വ അഷ്ഹദു, പിന്നെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ്? അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു എന്ന ഈ ദൈവമല്ലാത്ത എല്ലാ ദൈവങ്ങളെയും നിരാകരിക്കുന്നു. അള്ളാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. അത് പറഞ്ഞ ദൈവവിശ്വാസിയാവോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ വിശ്വാസിയാവോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് മാത്രം പോരാ, അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്നുകൂടി വിശ്വസിക്കണം, എന്നുകൂടി സാക്ഷ്യപ്പെടുത്തണം. എവിടെ ഊന്നൽ? വാഷിഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹാണ്, ഞാൻ ദൈവത്തിന്റെ ദൂതനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മുഹമ്മദിന്റെ തത്രപ്പാടിലാണ് ബാക്കി എല്ലാ ദൈവഗ്രന്ഥങ്ങളെയും മതഗ്രന്ഥങ്ങളെയും വേദങ്ങളെയും ഒക്കെ നിരാകരിക്കുകയോ അത് കാലഹരണപ്പെട്ടതാണെന്നോ അത് തിരുത്തൽ വരുത്തിയതാണെന്നോ അതിൽ സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ മുഹമ്മദ് സ്വന്തം നിലക്ക് തള്ളുകയാണ്. ഷജീർ നമ്മളോട് ചോദിക്കുന്നത് പോലെ എന്ത് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? തെളിവൊന്നുമില്ല. ആകെയുള്ള തെളിവ് വഹിയാണ്. വഹി എന്ന് പറഞ്ഞാൽ ഒരു തരം കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ മുഹമ്മദിന് മാത്രം അനുഭവഭേദ്യമാകുന്ന ഒരു ഇളം കാറ്റ്, അതാണ് വഹി. പിന്നെ നമ്മൾ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണ്ട, നമുക്ക് ഷജീറിന്റെ തെളിവുകളിൽ ഓരോന്നിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന്റെ ശാസ്ത്രീയമായ യുക്തിപരമായ അന്വേഷണമാണ് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നതാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശാസ്ത്രീയമായും യുക്തിഭദ്രമായും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്ന ദൈവാസ്തിത്വത്തെ തെളിയിക്കാൻ പോവുകയാണ് ഷജീർ. അത് പറഞ്ഞ് നാക്ക് വായിലായിട്ട് ഇടുന്നതിന് മുൻപ് തൊട്ട് പുറകെ ഷജീർ പറയുന്ന അടുത്ത സെന്റൻസ് ഒന്ന് കേട്ടോളി. ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അന്വേഷണ മേഖലയാണ്. ഈ പ്രപഞ്ചത്തെ പറ്റി പഠിക്കുന്ന, പദാർത്ഥ പ്രപഞ്ചത്തെ പറ്റി പഠിക്കുന്ന ഒരു അന്വേഷണ മേഖലയാണ്. അതിൽ പോലും പരിമിതിയുണ്ട്. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വിശാലമായി കിടക്കുന്ന ഒന്നാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗത്തെ അറിവ് മാത്രമേ നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തിന്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പദാർത്ഥ പ്രപഞ്ചത്തിന് അപ്പുറമുള്ള ഒരു ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കളഞ്ഞില്ലേ കഞ്ഞിക്കലം? ഇപ്പൊ ദൈവാസ്തിത്വത്തിന് ശാസ്ത്രീയമായും യുക്തിഭദ്രവുമായിട്ടുള്ള തെളിവുകൾ തരാം എന്ന് പറഞ്ഞ ഷജീർ, അതിനെ നിരാകരിക്കാൻ ശാസ്ത്രീയമായ അറിവ് അത്യാവശ്യമാണ്. അതല്ലാത്ത കാലത്തോളം ദൈവത്തെ നിരാകരിക്കാൻ കഴിയില്ലെന്നും മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവത്തെ വിശ്വസിക്കലാണ് ബുദ്ധി എന്നും പറഞ്ഞ ഷജീർ, നമ്മൾ ആരും ഇതുവരെ അതിനെ നിരാകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഷജീർ ഇപ്പൊ പറയാണ് ദൈവാസ്തിത്വത്തിന് തെളിവ് തരാൻ കഴിയില്ല ശാസ്ത്രീയമായിട്ട്. കാരണം ദൈവം പദാർത്ഥ പ്രപഞ്ചത്തിന് പുറത്താണ്. അതുകൊണ്ട് ദൈവത്തിന് തെളിവ് തരാൻ ശാസ്ത്രീയമായിട്ട് തെളിവ് വരാൻ കഴിയില്ല. പക്ഷെ നിരാകരിക്കണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ വസ്തുതാപരമായ കണക്കുകൾ വെച്ചിട്ടുള്ള തെളിവ് ഷജീറിന് കൊടുക്കും വേണം. ഇല്ലെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞത് അപ്പാടെ വിഴുങ്ങണം. വല്ലാത്ത കുരുക്കന്നാണ് ഷജീർ ഇത്. കാരണം ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഈ പദാർത്ഥ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്, അഥവാ ഈ പദാർത്ഥ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ സൃഷ്ടാവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതാണ് അതിന്റെ കാരണം കേട്ടോ. അപ്പൊ നിരാകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറ്റും, സ്ഥാപിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പറ്റില്ല. കാരണം ദൈവം പ്രപഞ്ചത്തിന് പുറത്തല്ലേ എന്നാണ്. അപ്പൊ നിരാകരിക്കണമെങ്കിലോ? അപ്പൊ ദൈവത്തെ അകത്തോട്ട് വരുമോ? എന്തോ പോട്ടെ, നമ്മൾ അതിമൊന്നും വെറുതെ ചുറ്റിത്തിരിയണ്ട. ഷജീർ തന്നെ എന്താണ് പറയുന്നതെന്ന് ഷജീർ 1-2 ആവർത്തി കേൾക്കണം എന്നാണ് ഷജീറിനോട് പറയുന്നത്. എന്നാൽ നമുക്ക് സാധ്യമായ ഒരു കാര്യമുണ്ട്. ആ സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവങ്ങളായ ഇവിടുത്തെ പദാർത്ഥ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിനകത്തുള്ള ഈ സംവിധാനങ്ങളെയും ഒക്കെ പഠനവിധേയമാക്കിക്കൊണ്ട് നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ആ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ളത് യുക്തിയാണ്. ശാസ്ത്രീയമായിട്ട് ദൈവത്തിന്റെ അസ്തിത്വത്തെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഷജീർ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളെ മുമ്പിലുള്ളത് യുക്തിയാണെന്ന് ഷജീർ പറയും. ഇനി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക സങ്കല്പത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഷജീർ ഉപയോഗിക്കുന്ന യുക്തി എന്താണ്? അതിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. 2 തെളിവുകളാണ് ഷജീർ ഇവിടെ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ആ 2 തെളിവുകളും നമുക്ക് ഓടിച്ചൊന്ന് പരിശോധിക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 2-ാമത്തെ വചനമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക അസ്തിത്വം എത്തരത്തിലുള്ളതാണ് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ പറയുന്ന 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതിൽ 1-ാമത്തെ വാക്യം തന്നെ കുൽഹു അല്ലാഹു അഹദാണ്, അഥവാ ഈ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഏകനാണ് എന്നതാണ്. അതല്ല നമ്മളിപ്പോൾ ചർച്ചക്കെടുക്കുന്നത്. കുൽഹു അല്ലാഹു അഹദിലെ ഏകത്വം, ദൈവത്തിന്റെ ഏകത്വം തൽക്കാലം ചർച്ചക്കെടുക്കുന്നില്ല. ആയിക്കോട്ടെ, ഷജീറിന് ബുദ്ധിപരമായി യുക്തിപരമായി സ്ഥാപിക്കാൻ കഴിയുന്നത് മാത്രം എടുത്താൽ മതി. ദൈവത്തിന്റെ ഏകത്വം, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന് തന്നെ വലിയ ധാരണയില്ലാത്തതും വലിയ ഉറപ്പില്ലാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിലെ പ്രശ്നം. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഷജീർ കുൽഹു അല്ലാഹു അഹദ് തൽക്കാലം മാറ്റിവെക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം 2 ദൈവം, ഇപ്പം നേരത്തെ സിനിമാ നടൻ ബൈജു തന്നെയല്ലേ, ബൈജുവിന്റെ ബൈറ്റിൽ കാണിച്ചതുപോലെ ഒരു ദൈവമാണെങ്കിൽ വിശ്വസിക്കായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഒന്നിലധികം ദൈവമുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് സംശയമുള്ള ഏക വ്യക്തി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു. ഞാനല്ലാത്ത വേറെ ഒരു ദൈവമുണ്ടോ എന്നാകെ സംശയമുള്ളത് ദൈവത്തിന് മാത്രമാണ്. ദൈവം എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ദൈവത്തിന് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് ഖുർആൻ വചനങ്ങളിലൂടെ പരിശോധിക്കാം. രണ്ടാമതൊരു ദൈവമുണ്ടോ എന്ന് സംശയമുള്ള ഏക വ്യക്തി ഇസ്ലാമിലെ ദൈവമാണ് എന്ന് മാത്രം ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തുന്നു. അതെങ്ങനെയാണെന്ന് പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് കുൽഹു അല്ലാഹു അഹദ് തൽക്കാലം എടുത്താൽ പൊങ്ങൂലാന്ന് അത് വേണ്ട, അത് നമുക്ക് മാറ്റിവെക്കാം. അതിനേക്കാളും കുറച്ചുകൂടി ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവാനായിരിക്കാം ഷജീർ പുളിക്കൽ നേരെ അള്ളാഹു സമദിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ നേരെ സമദിലേക്ക് പോവാം. രണ്ടാമത്തെ വചനം അള്ളാഹു സമദ്. ആ സമദ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഈ പറയുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് പരാശ്രയമുക്തനാണ്. സമദ് എന്ന വാക്കിന്റെ അർത്ഥം പരാശ്രയമുക്തൻ, അഥവാ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്. രണ്ടാമത്തത് ദൈവം പരാശ്രയമുക്തനാണ് എന്നാണ്. ഈ വിശേഷണവും ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹുവിന് യോജിക്കുന്നതല്ല. ദൈവം പരാശ്രയമുക്തനാണ്, ദൈവം ആരെയും ആശ്രയിക്കാത്തവനാണ്, ദൈവത്തെ എല്ലാവരും ആശ്രയിക്കുന്നവരാണ് എന്ന് ഖുർആനിൽ ഒരു വചനത്തിൽ പറഞ്ഞു പോകുന്നത് കഴിച്ചാൽ ഇസ്ലാമും ഖുർആനും മുഹമ്മദിന്റെ ജീവിതവും ചര്യയും മുഹമ്മദിന്റെ അധ്യാപനങ്ങളും പഠിച്ചാൽ ആ പരാശ്രയത്വം, പരാശ്രയമുക്തൻ എന്ന ഒരു സിഫത്ത്, ആ ഒരു ആത്മവിശ്വാസം ഖുർആനിൽ അള്ളാഹു പ്രകടിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതും വളരെ വിശദമായിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് സംസാരിക്കാം. കാരണം ഇപ്പൊ നമ്മൾ ഷജീറിന്റെ വാദങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരൊറ്റ തെളിവ് തരാം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം, ഒരു തമാശ പറയാം. ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ അള്ളാഹു കുൻ ഫയക്കൂൻ എന്നുള്ള കഴിവൊക്കെ ഉള്ള ആളാണെങ്കിലും ദൈവം അങ്ങനെ കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവില്ല, തെളിവില്ല. എല്ലാ കാര്യങ്ങളിലും സഹായികളെ നിർത്തി ആശ്രയത്തിന് ആളുകളെ വെച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മനുഷ്യരുടെ നന്മ തിന്മ അളക്കാൻ അതിന് പ്രത്യേക വിഭാഗം മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം പറയും അത് അള്ളാഹ്ക്ക് കഴിവില്ലായിട്ടോ അള്ളാഹ്ക്ക് മലക്കുകളുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ടോ അല്ല, മലക്കൾക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ഇടത്തെ തോളിലും ഒരാളുടെ വലത്തെ തോളിലും അള്ള ഇരിക്കാൻ പറഞ്ഞ് എല്ലാ മനുഷ്യന്റെയും കൂടെ 2 മലക്കുകളെ വിട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. റൂഹ് ഊതിക്കയറ്റാൻ മറിയത്തിന് വേണ്ടിയിട്ട് അള്ള ജിബ്രീലിനെ പറഞ്ഞയച്ചു, ബാക്കിയുള്ളവർക്കൊക്കെ അള്ള ഓരോ മലക്കുകളെ പറഞ്ഞേക്കും റൂഹ് ഊതിക്കയറ്റാൻ. ഊരിക്കൊണ്ടുവന്ന പണി വേറൊരു വിഭാഗം മലക്കുകൾക്കാണ്, അസ്രായിൽ എന്ന് പറയും. അത് ഒറ്റ മലക്കാണോ ഒരു വിഭാഗത്തിന്റെ സ്ഥാനപ്പേരാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് ഇപ്പം ആധുനികമായിട്ട് കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷനിൽ നിന്നാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ഇനി മുഹമ്മദ് നബിയെ സഹായിക്കുന്ന കാര്യത്തിൽ, ഇസ്ലാം സ്ഥാപിക്കുന്ന കാര്യത്തിൽ, ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ പരാശ്രയത്വമാണ്. കാരണം ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമയിൽ പോലും പരാശ്രയത്വം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? മുഹമ്മദ് നബിയിലൂടെയാണ് ഇസ്ലാം അള്ളാഹ് പൂർത്തീകരിക്കുന്നത്. അള്ളാഹുവിന് മതം പൂർത്തീകരിക്കാൻ ആളുടെ സഹായം ആവശ്യമായിട്ട് വന്നു. ദൈവത്തിന് നാട്ടിൽ ലോകാവസാനം വരെയുള്ള കാലഘട്ടം വരെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന തരത്തിൽ ഒരു പ്രവാചകത്വത്തിലൂടെ ആളുകളെ പറഞ്ഞയക്കാം. ഓരോ പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശങ്ങളിൽ വന്ന് ഓരോരോ ദൈവികമായ നിയമങ്ങൾ പഠിപ്പിക്കുക. എന്നിട്ട് തുടർന്ന് വരുന്നവർ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മതങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ആ ജനതയോട് ശത്രുത വരുന്ന രീതിയിൽ ആ ജനതയോട് ലോകാവസാനം വരെ യുദ്ധം ചെയ്യുവേണ്ടി വരും എന്ന രീതിയിലുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ പേരിൽ മാറ്റം, ദൈവത്തിന്റെ രീതികളിൽ മാറ്റം, മനുഷ്യരുടെ ധാർമ്മികതയിൽ മാറ്റം, ആരാധനകളിൽ മാറ്റം, വിശ്വാസങ്ങളിൽ മാറ്റം, മനുഷ്യർ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങളിൽ മാറ്റം, എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ പുതിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി ആളുകളെ എടങ്ങറാക്കുന്ന ഏർപ്പാട്. അപ്പൊ അങ്ങനെ അതല്ലെങ്കിൽ ദൈവത്തിന് മറ്റെല്ലാം സംവിധാനിച്ചതുപോലെ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ധാരണ കൂടി മനുഷ്യന്റെ തലച്ചോറിൽ സന്നിവേശിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ കണക്ഷൻ, ഒരു വൈഫൈ കണക്ഷൻ അതിനകത്തേക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ദൈവം 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ആണ് ദൈവം, ഞാൻ മാത്രമാണ് ദൈവം എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന പൊല്ലാപ്പാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷജീറും ഞാനും പിന്നെ അതിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് പരാശ്രയത്വത്തിന്റെ കാര്യം. പിന്നെ അള്ളാഹ്ക്ക് പണം കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് മദീനയിൽ ചെന്നുകൊണ്ട് മുഹമ്മദ് നബി ചോദിക്കുമ്പോൾ പരാശ്രയത്വത്തിന്റെ ദയനീയ അവസ്ഥ നമുക്ക് വ്യക്തമാകുന്ന വേറെയും ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ പരാശ്രയത്വം, ഞാൻ പറയുന്ന തെളിവുകൾ ഉദാഹരണങ്ങൾ മാറ്റി വെക്കുക. കാരണം ഇത് ഷജീറിന്റെ വേദിയാണ്, ഷജീർ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാണ്. അപ്പൊ ഇനി ഷജീർ ദൈവത്തിന്റെ പരാശ്രയത്വത്തിന്റെ തെളിവുകളിലേക്ക് കടക്കുക. എന്താണത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സയൻസിന്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പദാർത്ഥ പ്രപഞ്ചത്തെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള സകല വസ്തുക്കളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ പഠനത്തിലൂടെ കാണാൻ സാധിക്കും. ഒരു കാര്യവും സ്വതന്ത്രമായിക്കൊണ്ട് അഥവാ പരാശ്രയമുക്തമായിക്കൊണ്ട് നമ്മുടെ ഈ പദാർത്ഥ പ്രപഞ്ചത്തിന്റെ അകത്ത് ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഓരോ അണുക്കൾ പോലും, ഓരോ കണികകൾ പോലും നിലനിൽക്കുന്നത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പ്രപഞ്ചത്തിൽ നമ്മൾ ശാസ്ത്രീയമായ
അറിവിലൂടെ തിരിച്ചു പോകണം. ശാസ്ത്രീയമായിട്ട് ദൈവത്തെ നമുക്ക് എന്തായാലും സമീപിക്കാൻ കഴിയില്ല, പ്രപഞ്ച പ്രതിഭാസങ്ങളെ സമീപിക്കാം. അങ്ങനെ സമീപിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പരാശ്രയത്വം മീൻസ് പരാശ്രയമുക്തൻ എന്ന ഒരു സിഫത്ത് ദൈവത്തിനുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നു. ആര് വാദിക്കുന്നു? ഷജീർ വാദിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം വാദിക്കുന്നു, ഖുർആൻ അങ്ങനെ മുന്നോട്ട് അവകാശപ്പെടുന്നു. അതിനെന്തെങ്കിലും തെളിവുണ്ടോ ദൈവം പരാശ്രയമുക്തനാണെന്ന്? ഇല്ല, തെളിവൊന്നുമില്ല. അങ്ങനെ ഖുർആനിൽ വചനമുണ്ട്, വേറെ തെളിവൊന്നുമില്ല. ദൈവത്തിന്റെ ഇടപെടലും ദൈവത്തിന്റെ ഇടപെടലിലൂടെ ഉണ്ടായി എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതവും പരിശോധിച്ചാൽ അള്ളാഹു പരാശ്രയനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും പല കാര്യങ്ങളിലും. പിന്നെ അങ്ങനെ അല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന തെളിവ് മാത്രമേ പരാശ്രയമുക്തൻ എന്ന സിഫത്തിനുള്ളൂ. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോൾ അത്തരം ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത പരാശ്രയമുക്തനായ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒന്ന് സാധ്യമാകൂ എന്നതാണ് നമുക്ക് ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. അഥവാ ഒരു ആദി കാരണം ആവശ്യമാണ്. ആദി കാരണം ആവശ്യമാണ്. ആർക്ക് ആവശ്യമാണ്? എന്തിനാവശ്യമാണ്? അള്ളാഹു സമദിനെ ന്യായീകരിക്കണമെങ്കിൽ ആവശ്യമാണ്. അതല്ലാതെ അതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവാവുന്നത്? പരാശ്രയമുക്തനായ ഒരു ശക്തിയുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ഇടപെടലിലൂടെ മാത്രമാണ് ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന് ശാസ്ത്രീയമായ അറിവ് എന്ന് ഷജീർ പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ഈ പരാശ്രയമുക്തനായ ശക്തി പ്രപഞ്ചത്തിന് പുറകിലല്ലേ? പ്രപഞ്ചത്തിന്റെ പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല എന്ന് ഷജീർ പറയുന്നു. എന്നിട്ട് ഷജീർ പറയുന്നു പരാശ്രയമുക്തന്റെ പ്രസൻസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ പ്രപഞ്ചം, പദാർത്ഥ പ്രപഞ്ചം പരസ്പരാശ്രയത്വത്തോടെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. എന്നിട്ട് അങ്ങനെ ശാസ്ത്രീയമായ അറിവുണ്ട് എന്ന് തള്ളുന്നു. തെളിവൊന്നുമില്ല. ഷജീറെ തെളിവ് വെച്ചിട്ടില്ല, തള്ളു മാത്രമേ വെച്ചിട്ടുള്ളൂ. തെളിവുണ്ടെങ്കിൽ പറഞ്ഞു തരും, നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമേ ആണ്. ഇനി അങ്ങനെ ഒരു പരാശ്രയമുക്തനായ ശക്തിയുടെ പ്രസൻസ് ഈ പരസ്പരാശ്രയത്തിൽ നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന് ആവശ്യമാണ് എന്ന് വരികിൽ പോലും അള്ളാഹുവിന് പാസ് മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യമാണ്, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പൊ തൽക്കാലം പറഞ്ഞതിനുള്ള തെളിവായിട്ട് വരും. തെളിവ് തരിക എന്ന് പറഞ്ഞാൽ തെളിവ് തരിക എന്നാണ്, തള്ളി വെക്കുക എന്നല്ല. ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നതിന് ഒരു ആദിമ കാരണം, ആ ആദിമ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത, വേറൊരു കാരണത്തെ ആശ്രയിക്കാത്ത ഒരു ആദിമ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കൂ. ഞാൻ ഉൾപ്പെടെയുള്ള സകലതും ഇവിടെ ഉണ്ടാകണമെങ്കിൽ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു ആദിമ കാരണം ഉണ്ടെങ്കിലേ സാധ്യമാകൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഷജീറിന്റെ ഉദാഹരണങ്ങൾ 1-2 ഉദാഹരണങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒന്ന്, വീഡിയോ ലൈവ് നീണ്ടു പോകുന്നത് ഷജീറിന് തന്നെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത്, സത്യസന്ധമായിട്ട് പറയാലോ, ചില ഉദാഹരണങ്ങൾ കേട്ട സഹിക്കൂലാത്തത് കൊണ്ടാണ്. അത് ഷജീറിനോട് ബഹുമാനക്കുറവുണ്ടായിട്ട് പറയണമല്ല, ഉദാഹരണങ്ങൾ കുറച്ചുകൂടി ഒന്ന് പരിശോധിച്ചെടുക്കണം. ഇനി പരസ്പരാശ്രയം ഇല്ലാത്ത ഒരു പരാശ്രയമുക്തന്റെ ഇടപെടൽ പ്രപഞ്ചത്തിന് ആവശ്യമാണ് എന്നതിലേക്ക് ഷജീർ തരുന്ന ഒരു തെളിവ് നിങ്ങൾ ഇതാ പിടിച്ചോളി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 രൂപ വേണം എന്ന് വിചാരിക്കുക. ആ 10 രൂപ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോട്, എ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്. പക്ഷേ ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് തരണമെങ്കിൽ ബി എന്ന് പറയുന്ന മറ്റൊരാളോട് അദ്ദേഹത്തിന് അനുവാദം മേടിക്കണം. അദ്ദേഹത്തിന്റെ ആശ്രയം ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. പക്ഷേ ബി എന്ന് പറയുന്ന ആൾക്ക് എക്ക് അനുവാദം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് സിയോട് അനുവാദം ചോദിക്കണം. പക്ഷേ സിക്ക് ഇതുപോലെ അനുവാദം കൊടുക്കണമെങ്കിൽ ഡിയോട് ചോദിക്കണം. ഇതിങ്ങനെ അനന്തമായി തുടർന്ന് പോയി കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്കൊരു 10 രൂപ വേണം, അത് ഒരാളോട് ചോദിക്കുന്നു, അയാൾ മറ്റൊരാളോട് ഇതിങ്ങനെ അനന്തമായി കൊണ്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10 രൂപ ഒരിക്കലും കിട്ടില്ല. ഇത് എവിടെയെങ്കിലും ചെന്ന് നിൽക്കണം. അഥവാ വേറൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു അതോറിറ്റി നിങ്ങൾക്ക് 10 രൂപ തരാൻ തയ്യാറായാൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ അനന്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ലഭിക്കില്ല എന്നതുപോലെ തന്നെയാണ്. ഇപ്പൊ താക്കോൽ എവിടെയുള്ളത്? അവിടെ ഇരുന്നോട്ടെ, അനക്കണ്ട എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ ആയാലേ നടക്കുള്ളൂ. എന്ത് നടക്കുള്ളൂ? അള്ളാഹു സമദ് ശരിയാവുള്ളൂ. പരാശ്രയമുക്തനായ ഒരു ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണം. ഉണ്ടായാലേ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അത് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. എന്തുകൊണ്ടുണ്ടായിരിക്കണം? ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഓരോ വസ്തുവും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണമെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒന്നിൽ ചെന്ന് ഇത് മുട്ടിയാൽ മാത്രമേ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ. അതിനെയാണ് സത്യത്തിൽ കണ്ടിജൻസി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാടിനെ എന്ത് യുക്തിപരമായ, എന്ത് ശാസ്ത്രപരമായ കാരണം കൊണ്ട് അംഗീകരിക്കണം എന്നതിന്റെ ഒന്നാമത്തെ കാരണമാണ് അള്ളാഹു സമദ് എന്ന് പറയുന്ന ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. ആ സൃഷ്ടാവ് എന്ന് പറയുന്നത് പരാശ്രയമുക്തനാണ്. അഥവാ ആദ്യ കാരണമുണ്ടല്ലോ, വേറൊരു കാരണത്തെയും ആശ്രയിക്കാത്ത ആദിമ കാരണം. ആ ആദിമ കാരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബാങ്ങിലൂടെ ഈ മഹാപ്രപഞ്ചമൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിറകിൽ വേറൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു മഹാശക്തി ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ശാസ്ത്ര അറിവ് നമ്മളോട് പറഞ്ഞു തരുന്നത്, നമ്മുടെ യുക്തിപരമായ അറിവ് നമ്മളോട് പറഞ്ഞു തരുന്നത്.
ഇതാണ് ഒന്നാമത്തെ അറിവ്. പരാശ്രയമുക്തനായ ഒരു ശക്തി ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടുണ്ടായിരിക്കണം? ഖുർആനിൽ അള്ളാഹു സമദ് എന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു സമദ് ഉള്ളത് കൊണ്ട് അള്ളാഹു പരാശ്രയമുക്തനായിരിക്കണം എന്ന് മാത്രമല്ല, അള്ളാഹു എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തനാണ്. ആ പരാശ്രയമുക്തനായ അള്ളാഹു ഉണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അള്ളാഹു നിലനിൽക്കില്ല. അതുകൊണ്ട് ഇത് അങ്ങനെ നിലനിൽക്കാൻ പാടുള്ളൂ. ഏതുപോലെ ദൈവത്തെ സ്ഥാപിക്കണം. അപ്പോൾ എന്ത് വേണം? പരാശ്രയമുക്തനായ ഒരാൾ ഉണ്ടെങ്കിലേ ഇത് നിലനിൽക്കൂ എന്ന ഒരു സാങ്കല്പിക പ്രശ്നം മുന്നോട്ട് വെക്കും. ഇതാരുടെ ഭാവനയാണ്? അള്ളാഹു സമദ് സ്ഥാപിക്കേണ്ട ആളുടെ മാത്രം ബാധ്യതയാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു ബാധ്യതയില്ല. അത് ശാസ്ത്രീയമായ അറിവാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഷജീർ ആ ശാസ്ത്രം വിശദമായിട്ട് പഠിപ്പിച്ചു തരാണെങ്കിൽ ക്ലാസ്സിലിരിക്കാൻ തയ്യാറാണ്. പരാശ്രയമുക്തനായ ഒരു ശക്തി ഇതിനെ പുറകിലിരുന്ന് ഇതിനെ നിയന്ത്രിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ശാസ്ത്രം കൺക്ലൂഷനിലെത്തി എന്നാണ് ഷജീർ പറയുന്നതെങ്കിൽ അത് എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലുള്ള കുറവായിരിക്കാം. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. അപ്പൊ ദൈവത്തെ സ്ഥാപിക്കണമെങ്കിൽ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിലേക്ക് ഒരു സാങ്കല്പിക പ്രശ്നം മുന്നോട്ട് വെക്കുന്നു. എന്നിട്ട് അതിനവർ സാങ്കല്പികമായ പരിഹാരം നിർദ്ദേശിക്കുന്നു. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഒരു പരാശ്രയനായ ആളുണ്ടായിരിക്കണം. അപ്പൊ പ്രശ്നമായി, പരിഹാരമായി. അത് രണ്ടും അവർ തന്നെ പറഞ്ഞു. എന്നിട്ട് മതിയോ? പോരാ. ഈ പരാശ്രയമുക്തനായ ശക്തി ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് അങ്ങ് വെക്കുക. നമ്മളൊരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചാൽ, അങ്ങനെ പരാശ്രയമുക്തനായ ഒരു ശക്തി അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ച പ്രശ്നം തീരുമോ? തീരൂല. ആ ശക്തിയെ നമ്മൾ അള്ളാഹു എന്ന് വിളിക്കണം. അപ്പൊ ആ പരാശ്രയമുക്തനായ ശക്തിയെക്കുറിച്ച് മുഹമ്മദ് നബി വരുന്നതിന് മുൻപ് ലോകത്തിന്റെ പല ദിക്കുകളിൽ പല ജനതകളിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും അവരാ ശക്തിക്ക് വിളിച്ചിരുന്ന പേരും അവരാ ശക്തിയെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങളും അവരാ ശക്തിയെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സങ്കേതങ്ങളും രീതികളും സംസ്കാരങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? ഒക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഈ 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി വന്നിട്ട് പറഞ്ഞു വന്ന ഈ പരാശ്രയമുക്തനായ ശക്തിയുടെ അള്ളാഹു എന്ന അറബി പേരിൽ അദ്ദേഹത്തെ വിളിക്കണം. മാത്രം മതിയോ? പോരാ. ഈ പരാശ്രയമുക്തനായ ശക്തി മുഹമ്മദിനെ പറഞ്ഞയച്ചു അദ്ദേഹത്തിന്റെ ദീൻ പൂർത്തിയാക്കാൻ. പരാശ്രയമുക്തനായ വ്യക്തി അല്ലെങ്കിൽ ശക്തി മുഹമ്മദ് എന്ന ഒരു വ്യക്തിയെ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞയച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് മതിയോ? പോരാ. ഈ മുഹമ്മദ് നബിയാണ് ഈ പരാശ്രയമുക്തനായ ശക്തിയുടെ അവസാനത്തെ ഏജന്റ് എന്ന് വിശ്വസിക്കുകയും ഇദ്ദേഹം കാണിച്ചു തന്നതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ച അറിവുകളെന്നും മികച്ച ജീവിത രീതിയെന്നും മികച്ച നന്മ തിന്മകളെന്നും, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് എല്ലാം കലക്കി കുടിച്ച ആള്, ഇദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്ന് വിശ്വസിക്കണം. പോരാ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ പിൻപറ്റണം. അതല്ലാതെ കേവലം പരാശ്രയമുക്തനായ ശക്തി എന്ന് സമ്മതിച്ചാലൊന്നും ഇസ്ലാം സമ്മതിക്കൂല. ഷജീർ സമ്മതിക്കുമോ? ഷജീർ സമ്മതിക്കെങ്കിൽ ഷജീർ പറ. കാരണം എന്താന്ന് വെച്ചാൽ ഇതേ വിശ്വാസമുള്ള ഒട്ടനവധി ജനവിഭാഗങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഇപ്പൊ ഷജീർ ഈ പറയുന്ന ഇതിന് പിന്നിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചം, ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലിരുന്ന് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് അത് നോക്കിയിരിക്കുന്ന ഒരു ശക്തിയെ എന്ന് പറയുന്നതിനേക്കാൾ യുക്തമായ ദൈവസങ്കല്പങ്ങൾ വേറെയുമുണ്ട്. അതൊക്കെ ആളുകൾ സമ്മതിച്ചാൽ ഷജീറിന്റെ പ്രശ്നം തീരുമോ? ഇല്ല. മുഹമ്മദ് നബി പറഞ്ഞ ഇസ്ലാം അംഗീകരിക്കണമെങ്കിൽ, മുഹമ്മദ് പറഞ്ഞ ദൈവാസ്തിത്വം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ പരാശ്രയമുക്തനായ ഒരു ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. ആ ശക്തിനെ നിങ്ങൾ അള്ളാഹു എന്ന അറബി പേരിൽ വിളിക്കണം. മുഹമ്മദ് എന്ന് പറയുന്ന ഗോത്രകാല നേതാവിനെ അനുസരിക്കണം, അദ്ദേഹത്തെ അംഗീകരിക്കണം. അദ്ദേഹം ഈ ശക്തിയുടെ ഏജന്റാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഒരു തെളിവും ഉണ്ടാവരുത്. ഒരു തെളിവില്ലേ? ഇവിടെയാണ് ഷജീറെ പ്രശ്നം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഷജീർ മുന്നോട്ട് വെച്ച യുക്തിഭദ്രമായ തെളിവ്. ഇനി അടുത്തത്, രണ്ടാമത്തത്. ഇനി ഞാൻ ഇതിന് ഒരു ഉദാഹരണം, ഷജീർ പറഞ്ഞ 10 രൂപയുടെ ഉദാഹരണം അല്ലാത്ത എങ്ങനെയാണ് ഈ പരാശ്രയമുക്തനായ ശക്തി എന്ന് പറയുന്ന ഈ ഒരു സാങ്കല്പിക പ്രശ്നവും കഥയും പരിഹാരവും കൂടി ഇവർ കൊണ്ടുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ പ്രശ്നം വെക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ചിലയിടത്തത് ഉസ്താദുമാരാണ്, ചിലയിടത്തത് പള്ളിയിലച്ചന്മാർ ചെയ്തോളൂ. അപ്പൊ അവർ ചെന്നിട്ട് ഒരു പ്രശ്നമുണ്ട്, പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടെന്ന് പറയും. ആ പരിഹാരം ഇയാൾ ചെയ്തു കൊടുക്കും, അതിനവർ കായ് മേടിക്കും. ജ്യോത്സ്യം പ്രശ്നം വെക്കുന്നത് പോലത്തെ ഒരു പ്രശ്നം മാത്രമാണ് എന്ത്? പരാശ്രയമുക്തനായ ഒരു ശക്തി എന്ന അള്ളാഹു സമദ്. അപ്പൊ ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തത്. ഇനി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക കാഴ്ചപ്പാടിനെ അംഗീകരിക്കേണ്ടതിന്റെ രണ്ടാമത്തെ കാരണമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാരണം നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഡിസൈനറാണ്. ഈ പ്രപഞ്ചത്തിന്റെ പദാർത്ഥ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലേ എന്ന് തോന്നും. റിച്ചാർഡ് ഡോക്കിൻസിന്റെ ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന് പറയുന്ന പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ല, അതിന് ചില വചനങ്ങൾ അതിൽ പറയുന്നു എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷജീർ ആ ഭാഗം അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അത് കുറച്ച് സുദീർഘമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത്രയും മുഴുവൻ കേൾപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഷജീറിന്റെ വീഡിയോയിൽ ആളുകൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാവുന്നതാണ്. അപ്പം ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന് പറയുന്ന പുസ്തകത്തിൽ
ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു പെർഫെക്റ്റ് ഡിസൈനർ ഉണ്ട് എന്ന് തോന്നും എന്ന അദ്ദേഹത്തിന്റെ വചനമുണ്ടെന്നും ആ വചനത്തെ ദൈവത്തെ എങ്ങനെങ്കിലും നിരാകരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി അത് വെറും തോന്നലാണ്, മിഥ്യയാണ് എന്ന വിവരക്കേട് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം ഷജീർ അവസാനിപ്പിക്കുന്നത്. ഞാൻ വിട്ടുപോയിട്ടില്ല, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആ പെർഫെക്റ്റ് ഡിസൈനർ എന്ന ഒരു വാദത്തെ ഷജീറിൻ്റെതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്. 1-2 ഉദാഹരണങ്ങൾ പറയും, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. രണ്ടാമത്തെ തെളിവ്, മനുഷ്യരുടെ യുക്തിയോട് മനുഷ്യരുടെ ബുദ്ധിയോട് സംവദിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. മറ്റൊരു വചനം ഇപ്രകാരമാണ്: അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ, അതിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന്. അപ്പൊ ഇതാണ് ഒരു പെർഫെക്റ്റ് ഡിസൈനർ ഇല്ലാതെ എങ്ങനെയാണ് മരുഭൂമിയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒട്ടകം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒട്ടകം എന്ന് ഷജീർ ഒന്ന് പറയും. കുറച്ച് തമാശയാണ്, ഭയങ്കര സീരിയസ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഷമീറിന്റെ ചെറിയൊരു തമാശയോടെ നമുക്ക് കേൾക്കാം. ഖുർആൻ മനുഷ്യരുടെ യുക്തിയോട് മനുഷ്യരുടെ ബുദ്ധിയോട് ചോദിക്കുകയാണ്: അല്ലയോ മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലേ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് എപ്രകാരമാണ് എന്ന് നിങ്ങൾ നോക്കി കാണുന്നില്ലേ എന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ്. അത് തനിയെ ഉണ്ടായതാണോ, അതല്ലെങ്കിൽ അതിന്റെ പിറകിൽ കൃത്യമായ ഒരു പ്രോഗ്രാമർ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അതെ, അപ്പൊ ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആൻ ദൈവത്തിന് വെച്ച ആകെ തെളിവുകൾ എന്തറിയും? ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭൂമിക്കടിയിൽ നിന്ന് മുത്തുകൾ മുളച്ചു പൊങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒട്ടകങ്ങളെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഇതൊക്കെയാണ് അള്ളാഹിന്റെ ചോദ്യം. അള്ള ഉണ്ട് എന്നതിന്റെ തെളിവും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളതിന്റെ ആകെ തെളിവ് ഖുർആനിലുള്ള എന്താ അറിയും? ഇതാണ് നേരത്തെ പറഞ്ഞ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് കഴിഞ്ഞാൽ പിന്നെ ഖുർആനിൽ അള്ളാഹുവിനുള്ള തെളിവ് ഭൂമിയിൽ വിത്തുകൾ മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആകാശങ്ങളെ തൂണുകളില്ലാതെ വിധാനിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഇത്രയും വലിയ ആകാശത്തെ, ഈ വിധാനത്തെ, ഈ മേൽക്കൂരയെ തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയവനാകുന്നു അള്ളാഹു. അത് നിങ്ങൾ നോക്കുന്നില്ലേ? ഇങ്ങനെയാണ് അള്ളാഹുവിന് തെളിവ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. വേറെ എന്ത് തെളിവുള്ളത് നിങ്ങൾ പറയും? അതിലൊരു തെളിവാണ് ഇദ്ദേഹം പറയുന്നത് ഒട്ടകങ്ങളെ സൃഷ്ടിപ്പിലേക്ക് നോക്കുന്നില്ലേ എന്ന്. എന്താ ഒട്ടകം? ഷജീർ പറഞ്ഞത് എന്തുകൊണ്ട് ഒട്ടകം? ഈ ഒട്ടകത്തെ പറ്റി ചോദിക്കാനുള്ള കാരണം ഖുർആൻ അവതരിക്കുന്നത് നമുക്കറിയാം മക്കയിലാണ് അവതരിക്കുന്നത്. അവിടുത്തെ അറബികളാണല്ലോ. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന ജീവി വർഗ്ഗമാണ് ഒട്ടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് ഖുർആനിൽ ചോദിക്കുന്നത്. കാരണം ഇതിന്റെ പ്രഥമ പ്രബോധിതർ എന്ന് പറയുന്നത് അറബികളാണ്. എന്തായാലും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളിലേക്കും ഇവിടെയുള്ള മുഴുവൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്കുമാണ് നോക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഒട്ടകം എന്ന് പറഞ്ഞത് അത് സാങ്കല്പികമായിട്ട് മീൻസ് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് മുഹമ്മദ് നബി അറബിയിലാണ് സംസാരിച്ചെന്നുള്ളതുകൊണ്ടും അറബി സംസാരിക്കുന്ന ജനതയോടാണ്, മരുഭൂമിയിൽ താമസിച്ചിരുന്ന ജനതയോടാണ് പറഞ്ഞുകൊണ്ടുള്ളും ഒട്ടകത്തെ പിക്ക് ചെയ്തേ ഉള്ളൂ. കാര്യമാക്കണ്ട. പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. ഇതാണ് തെളിവ്, വേറൊരു തെളിവില്ല. അവിടെ ഈ പ്രശ്നമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. അതെങ്ങനെ അള്ളാഹുവിലേക്ക് എത്തും, അതെങ്ങനെ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലേക്ക് എത്തും, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഒരു വാദം, ഇതൊരു ഡിസൈനർ ഉണ്ട്, ഡിസൈനർ ഇല്ലാതെ ഇതിങ്ങനെയൊന്നും ശരിയാവൂല എന്നത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ, യുക്തിഭദ്രമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഷജീർ 1-2 ഉദാഹരണങ്ങൾ പറയും. ഒട്ടകം അറബ് നാട്ടിൽ അത് വിട്ടുകളയും. ഒട്ടകത്തെ കാണാത്തവർ പോലും ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതുകൊണ്ട് അത് വിടാം, നമുക്ക് ഒട്ടകത്തിനെ മാറ്റിവെക്കാം. എനിക്കും നിങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ചില തെളിവുകൾ ഷജീർ തരും. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലെ മാസ്റ്റർ ഡിസൈനിങ് ആണ് ദൈവാസ്തിത്വത്തിന്റെ രണ്ടാമത്തെ തെളിവായിട്ട് ഷജീർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യരെ എന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കൃത്യമായ ഒരു താളത്തിലാണ്, കൃത്യമായ ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആണിനെ സൃഷ്ടിച്ചതും പെണ്ണിനെ സൃഷ്ടിച്ചതും കൃത്യമായി അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം എന്തൊരു ലക്ഷ്യമാണോ ഉള്ളത് ആ ലക്ഷ്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള അവയവങ്ങളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ആ ലക്ഷ്യം സാധ്യമാകുന്നതിന് ആ അവയവം എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണോ സ്ഥാപിക്കേണ്ടത്, അതേ സ്ഥാനത്താണ് നമ്മുടെ ഓരോ അവയവങ്ങളും വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എനിക്കറിയില്ല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഷജീർ ഈ പറഞ്ഞ വാദങ്ങൾ പ്രസക്തമല്ല, മനുഷ്യരെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. നമുക്ക് ചില ഉദാഹരണങ്ങൾ പറയാം. അതിനു മുമ്പ് ഷജീറിന്റെ ഒരു ഉദാഹരണം കേൾക്കാം. ഷജീർ പറയുന്നത് മനുഷ്യനെ എന്തൊരു ഉദ്ദേശത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ജീവികളെയും എന്തുദ്ദേശത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അതിന് പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ഡിസൈനിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അത് നമുക്ക് ഷജീറിന്റെ മറ്റൊരു ഉദാഹരണം കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഉദാഹരണം തരും. ഇപ്പോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ഖുർആൻ പറയുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഒരു പുരുഷന്റെ ലൈംഗിക അവയവം അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ കൃത്യമായി കൊണ്ടുള്ള ആ ഒരു സ്ത്രീയുടെയും ലൈംഗിക അവയവം, അങ്ങനെ ആ ഒരു ലൈംഗികതയിലൂടെ ഉണ്ടാകുന്ന അടുത്ത തലമുറകൾ, ഇതെല്ലാം കൃത്യമായ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവിക കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം യുക്തി തന്നെയാണ്. ആ യുക്തിക്ക് ഒരു പെശകുണ്ട്. അതായത് എന്താണോ ഉള്ളത് അത് പെർഫെക്റ്റ് ആണ് എന്ന് സമർത്ഥിക്കുക എന്ന യുക്തിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതാണ് ഏറ്റവും മികച്ചത്, ഇപ്പൊ ഉള്ളതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമ്മളിൽ പല കുറവുകളും
കുറച്ചുകൂടി അത്യാവശ്യം പണി അറിയാവുന്ന ഒരു സൃഷ്ടാവാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ഇത് സൃഷ്ടിക്കാമായിരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയുടെ പ്രസവമാണ്. ഒന്നാമത്തെ തെളിവ്. അതെങ്ങനെയാന്നൊക്കെ വിശദമായിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇനി അതൊരു പ്രശ്നമാണോ? അല്ല. പരിണാമത്തിലൂടെ മനുഷ്യരായി പരിണമിച്ചു വരുന്നതിലൂടെ അതിനിടയിൽ ഉണ്ടായിരുന്ന ചില അപാകതകളാണ്, ചില ന്യൂനതകളാണ്, അല്ലെങ്കിൽ അതിന്റെ ചില പരിമിതികളായിട്ട് മനുഷ്യന്റെ അവയവങ്ങളിൽ, മനുഷ്യന്റെ ഘടനയിൽ, ശാരീരികമായ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഷജീർ പറഞ്ഞ ലൈംഗിക അവയവങ്ങളുടെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത്, അതിന്റെ രീതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് ഷജീറിനോട് ആരാണ് പറഞ്ഞത്? ഷജീറെ അല്ല. കുറച്ച് പണി അറിയാവുന്ന ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അല്ല പെട്ടെന്ന് മലക്കിനെ പറഞ്ഞയച്ച് കുറച്ച് മണ്ണും ചെളിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വാരിക്കൊടുന്ന് അള്ളാഹ്ക്ക് പറ്റണ പോലെ കോലത്തിൽ, അള്ളാഹിന്റെ തന്നെ കോലത്തിൽ നിന്ന് വേറെ ഒരു രീതി ഉണ്ട്. അത് പോട്ടെ, കളിമണ്ണ് കൊണ്ട് രൂപം കുഴച്ച് വെച്ച് ഉണ്ടാക്കി ജീവൻ ഊതി, റൂഹ് ഊതി. അതിന് പകരം കുറച്ചുകൂടി അത്യാവശ്യം പണി അറിയാവുന്ന ഒരാളെ കൊണ്ടാണ് ഈ സംഗതി ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചില അവയവങ്ങളുടെ ചില പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നുന്ന പല ഭാഗങ്ങൾ ഷജീർ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ഇനി ഷജീറിന് തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത ചില തെളിവുകൾ തരാം. അതിന് മുൻപ് ഇപ്പൊ നോക്കൂ, ഷജീർ പറഞ്ഞ ഈ അവയവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഡിസൈൻ ഭയങ്കര പെർഫെക്റ്റ് ആണോ? അല്ല. അല്ലേ? അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു പണ്ടൊരാൾ പോസ്റ്ററിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതുപോലെ ഒരു പൂന്തോട്ടത്തിന്റെ നടുക്ക് കൊണ്ടിട്ട് ആരെങ്കിലും കക്കൂസ് വെക്കുമോ, അല്ലെങ്കിൽ ഒരു വിസർജനാലയം വെക്കുമോ? ഇല്ല. എന്നത് ഒരു സൂചന മാത്രം ഞാൻ തന്നതാണ്. വിസർജനത്തിനും അനുഭൂതിക്കും അല്ലെങ്കിൽ സുഖാസ്വാദനത്തിനും അതൊരു ഭയങ്കര പെർഫെക്റ്റ് ഡിസൈനാ അല്ല എന്നാണ് എൻ്റെ വാദം. പൊസിഷൻ തന്നെയും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിന് അനുയോജ്യമല്ല. ഇത്രയൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ രീതിക്ക് ആലോചിച്ചെടുത്തു. പെട്ടെന്ന് പറയാവുന്ന, നമുക്ക് ഒന്നും വെക്കാതെ തന്നെ പറയാവുന്ന ചില ഉദാഹരണങ്ങൾ പറയാം. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നിരവധി മനുഷ്യർക്ക് അപകടം സംഭവിക്കുന്ന, മരണം തന്നെയും സംഭവിക്കുന്ന, ചെറിയ കുട്ടികൾക്ക് പോലും മരണം സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം മനുഷ്യന്റെ ഘടനയിലുണ്ട്. അത് നമ്മുടെ ശ്വാസവും ഭക്ഷണവും ഒരേ നാളത്തിലൂടെയാണ് കുറച്ച് ഭാഗത്തേക്കെങ്കിലും അകത്തോട്ട് പോകുന്നത്. എത്രയോ ആളുകൾക്ക് അത് മരണകാരണമാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പോവാറുണ്ട്. ഒരു കാര്യം. അപ്പൊ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇനി ഷജീറിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പ്രശ്നം ഞാൻ പറയാം. പെർഫെക്റ്റ് കണ്ടീഷനിലല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നതിൽ കുറച്ചുകൂടി വ്യക്തമായ ഒരു തെളിവാണ് ലിംഗാഗ്രചർമ്മം. അഗ്രചർമ്മം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് പെർഫെക്റ്റ് ഡിസൈൻ അല്ല എന്നതിന്റെ തെളിവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഷജീർ ഭായി അത് നിരാകരിക്കുമോ അംഗീകരിക്കുമോ? ഒന്നുകൂടി ഷജീറിന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കണം, മനസ്സിരുത്തി ചോദിക്കണം. ഈ ഭാഗത്ത് മറുപടി പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറുപടി പറയണം. ലിംഗാഗ്രചർമ്മം എന്ന് പറയുന്നത് പുരുഷലിംഗത്തിന്റെ അഗ്രചർമ്മം, സ്ത്രീകളുടെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അപ്പൊ നമ്മളെ സംസാര വിഷയം അല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികൾ, അഗ്രചർമ്മം നഷ്ടപ്പെട്ടവർ ആലോചിക്കാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് പെർഫെക്റ്റ് കണ്ടീഷനിലാണെങ്കിൽ എങ്ങനെ ലിംഗാഗ്രചർമ്മം? എന്തിന് ലിംഗാഗ്രചർമ്മം? ആകെ നിങ്ങൾക്ക് അതിന് പറയാൻ പറ്റുന്ന ഒരു മറുപടി, പുണ്യം കിട്ടാൻ വേണ്ടി, ചെത്തിക്കളയാൻ വേണ്ടി ഇച്ചിരി തൊലി അറ്റത്ത് എക്സ്ട്രാ വെച്ചതാണ് എന്ന് പറയാം. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ന്യൂനത പരിഹരിക്കുന്നതിലേക്കാണ് ലിംഗാഗ്രചർമ്മം നീക്കം ചെയ്യുന്നത് എന്നാണ് ലിംഗാഗ്രചർമ്മത്തിന്റെ ശാസ്ത്രീയമായ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ഈ ചേലാകർമ്മത്തെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന ഖുർആൻ ശാസ്ത്ര വിദഗ്ധർ വിളമ്പി വെച്ചിട്ടുള്ളത്. അതാണ് ആ കാര്യത്തിൽ. അപ്പൊ പരാശ്രയമുക്തനായ ശക്തി, പെർഫെക്റ്റ് ഡിസൈനർ, ഈ 2 യുക്തിഭദ്രമായ തെളിവുകളാണ് ഷജീർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. അതിനോടുള്ള എൻ്റെ പ്രതികരണങ്ങളാണ് ഇവിടെ നിങ്ങൾ ഇതിനോട് കേട്ടത്. ഇതിനേക്കാളും ഭംഗിയായിട്ട് ഇതിന് മറുപടി പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, സാധാരണ ചിന്തയിലൂടെ ഷജീറിനോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഷജീർ ആ കാര്യങ്ങൾക്ക് പ്രതികരിക്കുകയാണെങ്കിൽ പ്രതികരിക്കാം. ഇതിനൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് നിരാകരിച്ചിട്ടേ ഇല്ല എന്ന് ഷജീർ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിൽ അത് കൃത്യത വരുത്തണം, വ്യക്തത വരുത്തണം. കൃത്യമായ മറുപടി ഞാൻ ഇതിന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പൊ ഇതാണ് 2 തെളിവുകൾ. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും തനിയെ ഉണ്ടായതാണ് എന്ന് നമ്മുടെ യുക്തി നമ്മളോട് പറയുന്നില്ല. ഇതിന്റെ പിറകിൽ കൃത്യമായ ഒരു സൃഷ്ടാവുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ യുക്തി നമ്മളോട് പറയുന്നത്. ആ യുക്തി എന്ത് യുക്തിയാന്ന് ചോദിച്ചാൽ അള്ളാഹു സമദ് യുക്തിയാണ്. കാരണം ആ യുക്തി നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ വസ്തുത അന്വേഷിക്കാനും അറിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ച് സ്വീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സാവകാശം എടുത്താൽ വിശ്വാസം ഇല്ലാണ്ടായി പോകും. അപ്പൊ തെളിവ് കിട്ടുന്നത് വരെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് അതാണ് ശരിയെന്ന് സമർത്ഥിച്ച് അതിന് തെളിവുണ്ടാക്കി ന്യായമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന നിലപാട് ഷജീർ എടുക്കുന്നു. നമ്മൾ പലതും പരിശോധിക്കുമ്പോൾ പല വാദങ്ങളും അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് മാനവികമായ
മൂല്യങ്ങളെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിന്റെ ദൈവികത പരിശോധിക്കുമ്പോൾ അതിനകത്ത് ദൈവികതയുമില്ല മാനവികതയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവികതയെ നിരാകരിക്കുകയും ഇസ്ലാം അനുസരിക്കാൻ തയ്യാറല്ല എന്ന് നിലപാടെടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നിലപാട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് കാര്യം. അപ്പോൾ ഇസ്ലാം പരിചയപ്പെടുന്ന ദൈവിക കാഴ്ചപ്പാട് അംഗീകരിക്കുന്നതിന്റെ 2 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം പരിചയപ്പെടുന്ന ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സമതാണ്, പരാശ്രയമുക്തനാണ്. അഥവാ പരാശ്രയമുക്തമായ ഒരു ആദിമ കാരണം ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കുകയുള്ളൂ എന്നത് നമ്മുടെ അറിവാണ്, നമ്മുടെ ശാസ്ത്രീയമായ അറിവാണ്. ആ അറിവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അതിൽ ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലും ദൈവത്തിന്റെ അസ്തിത്വം എന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പരിഗണിക്കുന്ന വിഷയം പോലുമല്ല. പിന്നെ ഷജീർ മറുപടി പറഞ്ഞതുകൊണ്ടും ഷജീർ അത് പറഞ്ഞേ പറ്റൂ, നിരാകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ടും പറയാൻ ശ്രമിച്ചതാണ്. ഷജീറിനോട് തുടക്കം മുതൽ ഞാൻ പറയുന്ന കാര്യം എൻ്റെ വിഷയം അതല്ല. ഇസ്ലാം നിരാകരിക്കാനും ഇസ്ലാമിനെ വിമർശിക്കാനും ദൈവത്തിന്റെ അസ്തിത്വമോ അസ്ഥികൂടമോ അല്ല എൻ്റെ പ്രശ്നം. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അത് ഷജീറിന് അറിവുള്ളത്. എങ്കിലും ഷജീർ പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന്, ദൈവാസ്തിത്വം അത് നമ്മളൊരു ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു വാദത്തിന് വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് തന്നെ അങ്ങ് സങ്കല്പിച്ചു നോക്കുക. ഇസ്ലാമിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട 2 കടമ്പകളുണ്ട്. ഒന്ന്, ആ ശക്തി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട്. ആ ശക്തി ഈ പറയപ്പെടുന്ന അള്ളാഹുവാണ്. ആ ശക്തി ഇങ്ങനെ മുഹമ്മദിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തെളിയിക്കണം. അതിനാകെ വേണ്ടത് മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിച്ചാൽ മതി. അത്രയും ചെയ്താൽ മതി. ഏറ്റവും ചുരുങ്ങിയത് ദൈവവിശ്വാസമുള്ളവർ, പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്കെങ്കിലും ഇസ്ലാമിനോടുള്ള വിയോജിപ്പ് മാറിക്കിട്ടാൻ അത് ധാരാളമാണ്. ദൈവത്തെ നിഷേധിക്കുന്നവരും ദൈവത്തെ മൈൻഡ് ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരെ വിട്ടുള്ളൂ. അത് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. പക്ഷെ ഭൂരിപക്ഷം ജനങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത്തരം ആളുകളെ എങ്കിലും ബോധ്യപ്പെടുത്താൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിന് മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്നതിലൂടെ അതുവഴി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഏകദൈവമാണ് യഥാർത്ഥ ദൈവമെന്നും ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്നും ഇസ്ലാമാണ് ഏകസത്യ മതമെന്നും ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ വിളിക്കുന്നത്, ഷജീറിനോട് ആവശ്യപ്പെടുന്നത്, മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം സാമാന്യമായി ജനങ്ങൾക്ക്, ദൈവവിശ്വാസികൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവികത എന്ന സങ്കല്പവുമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവത്തിന്, അള്ളാഹുവിന് ആ ഒരു കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ 2 കാര്യങ്ങളിൽ പരിശോധന നടത്തിയാൽ, ആ 2 കാര്യങ്ങളിൽ ബോധ്യം വന്നാൽ, പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലും. ഇത് ഞാൻ പറഞ്ഞതാണ്, തുടക്കം മുതൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ദൈവമുണ്ടോ ഉണ്ടില്ലേ, ഉണ്ണാൻ ഇലയിട്ടോ ഇലയിട്ടില്ലേ, ഇലവെട്ടാൻ പോയോ, ഈ ചർച്ച ഇവിടെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലേക്കും ഇസ്ലാമിലെ ദൈവത്തിന്റെ ദൈവികതയിലേക്കും മാനവികതയിലേക്കും ഷജീർ ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ഇത് തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ്. ഷജീർ അടുത്ത വീഡിയോയിൽ ഇതെപ്പോൾ പറയും, ഇപ്പം പറയും എന്ന് പറഞ്ഞിട്ട് ഇനി അതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ അതിലേക്ക് ഷജീർ കടന്നിട്ടില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ യുക്തി നമ്മളോട് പറയുകയാണ്, തീർച്ചയായും ഇതിന്റെ പിറകിൽ ഇതൊന്നും തനിയെ ഇങ്ങനെ ഉണ്ടാകില്ല, ഇതിന്റെ പിറകിൽ കൃത്യമായ ഒരു കാരണം ഉണ്ടാകണം, അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടാവ് ഇതിന്റെ പിറകിൽ ഉണ്ട് എന്ന് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഷജീർ പറയേണ്ടത് ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ 2 കാരണങ്ങൾ വസ്തുതാപരമായിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ കൃത്യമായി കൊണ്ട് അത് ബോധ്യപ്പെടുത്തണം. അതല്ലാതെ ഇതിന്റെയൊക്കെ പിറകിലുള്ള കാരണം നാച്ചുറൽ സെലക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വാദമായിക്കൊണ്ട് ദയവ് ചെയ്ത് വരരുത്. അതെ, നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത വാദങ്ങളെ കൊണ്ട് ഞാൻ വരൂല ഷജീർ ഭായ്. ഈ പ്രപഞ്ചം ഇങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു, ഇതിന്റെ ഒടുക്കം ഇങ്ങനെയായിരിക്കും. ഇത് അർത്ഥശങ്കക്കിടയില്ലാതെ 100% തെളിവോടുകൂടി തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇസ്ലാമിനെ അംഗീകരിക്കാനും കഴിയാത്തത്. എന്തുപോലെ? തെളിവ് വരട്ടെ. നമുക്ക് അർജന്റ് ഇല്ലേ? ഏതൊരു സിനിമയിൽ ചോദിക്കില്ലേ, നിങ്ങൾ ഇങ്ങനെ മദ്യപിക്കരുത്, പതിയെ പതിയെ നിങ്ങൾ മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്നു പറഞ്ഞപ്പോൾ പതിയെ മതി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അസ്തിത്വം, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ഇതൊക്കെ നമുക്ക് പതിയെ മനസ്സിലാക്കിയാൽ മതി. എന്താണ് അർജന്റ്? അറിവ് വരുന്നതിനനുസരിച്ച്, വസ്തുതാപരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിനനുസരിച്ച് അത് എടുത്താൽ മതി. അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ട്. നമ്മൾ റെഡി ടു വെയിറ്റ് ആണ്. അതാണ് ആ കാര്യത്തിൽ ഷജീറിനോട് പറയാനുള്ളത്. പിന്നെ ഷജീർ പറയുന്ന വാദങ്ങൾ, ഷജീറിന്റെ അത്യാവശ്യം അർജന്റ്, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും ഒരു സൃഷ്ടാവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ലിയാഖത്തിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശ്നമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ ഒരു സൃഷ്ടാവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മുഹമ്മദ് നബി പരിചയപ്പെടുന്ന സൃഷ്ടാവിന്റെ സിഫത്തുകളുണ്ട്, ഗുണവിശേഷങ്ങളുണ്ട്, അത് ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ചേർന്ന വിശേഷങ്ങളല്ല എന്നതിലൊക്കെയാണ് ലിയാഖത്തിലൂടെ പ്രശ്നമുള്ളത്. അതൊക്കെയായിരിക്കും നമ്മൾ വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് അത് അടുത്ത വീഡിയോയെങ്കിലും പറയണം. വാസ്തവത്തിൽ അതാണ് എൻ്റെ പ്രശ്നം.
ഞാൻ പറഞ്ഞല്ലോ, ദൈവവിശ്വാസിയായിരിക്കെ മതം വിട്ട ആളാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടോ, ഉണ്ടാവും, ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. ആ വിശ്വാസം ഉണ്ടായിരിക്കെ ഇസ്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മുഹമ്മദിനെ നിരാകരിച്ച മുഹമ്മദിന്റെ പ്രബോധിതർ ദൈവവിശ്വാസികളായിരുന്നു. ഈ രണ്ട് കാരണങ്ങളെ മുൻനിർത്തിയും ഷജീർ മനസ്സിലാക്കേണ്ടത്, ഷജീർ ആദ്യം സമർത്ഥിക്കേണ്ടത് മുഹമ്മദിന്റെ പ്രവാചകത്വമാണ്. ഇസ്ലാം പരിചയപ്പെടുത്തിയ, മുഹമ്മദ് പരിചയപ്പെടുത്തിയ മതത്തിന്റെ ദൈവികതയാണ്. ഇതാണ് കോറായിട്ടുള്ള വിഷയം. അതിലേക്ക് ഷജീർ അടുത്ത വീഡിയോയിൽ വരാമെന്ന് ഇവിടെ പറയുന്നു. അടുത്ത വീഡിയോയിൽ അത് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രത്യേകമായിട്ട് തന്നെ ഷജീർ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ഈ പറഞ്ഞതിലോ ഇതിനു മുൻപ് പറഞ്ഞതിലോ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക. മുഹമ്മദിന്റെ പ്രവാചകത്വവും ഇസ്ലാമിലെ ദൈവികതയും അത് രണ്ടും രണ്ട് വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ പരസ്പരം ബന്ധപ്പെടുത്തിയോ ഷജീറിന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഷജീറിന്റെ വാദങ്ങൾ ഓരോന്നും പരിശോധിക്കാനും എൻ്റെ ബോധ്യങ്ങൾ, എൻ്റെ മറുപടികൾ പറയാനും സമയം പോലെ ഞാൻ വരും എന്ന ഒരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്.